ഒരു 13 വർഷം മുന്നേ ഞങ്ങൾ കോട്ടേഴ്സിലാണ് താമസിക്കുന്നത്. ഞാനും എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ഒരു 3-4 പേരൊക്കെ കോട്ടേഴ്സിൽ, ഞങ്ങളെല്ലാവരും കോട്ടേഴ്സിലാണ് വളർന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു 20-22 വയസ്സൊക്കെ ആയപ്പോൾ ഒരു ബൈക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷേ വീട്ടിൽ പറഞ്ഞ പല കാരണങ്ങൾ കൊണ്ട് മേടിച്ചു തരില്ല. ഒന്നാമത് ഇപ്പോൾ എൻ്റെ അവസ്ഥയാണെങ്കിൽ എൻ്റെ വീട്ടിലൊരു ബൈക്ക് ഇപ്പോൾ മേടിച്ചു തരാൻ അച്ഛന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ പഠിപ്പിക്കുന്നതൊക്കെ കൊണ്ട് ഞാൻ PG ഒക്കെ ചെയ്യുന്ന സമയമായിരുന്നു. അപ്പം ഒരു ബൈക്ക് അപ്പോൾ അഫോർഡബിൾ അല്ലായിരുന്നു. പക്ഷെ ഒരു ബൈക്ക് ഭയങ്കര അത്യാവശ്യമായിരുന്നു. അറിയാലോ, ആ പ്രായത്തിൽ എനിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ബൈക്കുമായിട്ട് ഇങ്ങനെ കറങ്ങുക നമ്മുടെ ഒരു ഡ്രീമി വേൾഡിലായിരിക്കുമല്ലോ. അങ്ങനെ എൻ്റെ ആവശ്യം അതായിരുന്നു, ഒരു ബൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു ലവർ ഉണ്ടെങ്കിൽ അവളെയും കൊണ്ടൊന്ന് കറങ്ങുക എന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ വീടിൻ്റെ മേളിലാണ് അപ്പൂസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് താമസിക്കുന്നത്. അപ്പോൾ അവൻ ചെറുപ്പം മുതലേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ഇവനും ബൈക്ക് വേണം. ഞങ്ങൾ ഏകദേശം ഒരുമിച്ചാണ് ലൈസൻസ് എടുത്തതും വണ്ടി ഓടിക്കാൻ പഠിച്ചതൊക്കെ. ബൈക്ക് അവന് മുമ്പേ അറിയാം. പക്ഷേ അവൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ അവന് കോളേജിൽ ഒരു ദിവസമെങ്കിലും ബൈക്കിൽ പോകണം. പക്ഷേ അവൻ്റെ അച്ഛൻ ബൈക്ക് ഓടിച്ചു കൊടുക്കില്ല, അത് പേടിയുള്ളതുകൊണ്ടാണ്. പിന്നെ ഉള്ളത് ചോട്ടു എന്ന് പറഞ്ഞിട്ട് ജിതിൻ. അവൻ എൻ്റെ വീടിൻ്റെ അടിയിലാണ് താമസിക്കണത്. അപ്പോൾ അവൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവന് 17 വയസ്സായിട്ടുള്ളൂ. എന്തായാലും ബൈക്ക് ഓടിച്ചു കൊടുക്കില്ല. പിന്നെ ഉള്ളത് അരവിന്ദ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കോട്ടേഴ്സിന് പുറത്ത് താമസിക്കുന്നൊരുത്തനാണ്. അവരും ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടി. നമുക്ക് ആരും വീട്ടുകാർ ബൈക്ക് മേടിച്ച് തരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ജോലിക്ക് പോവും. ജോലിക്ക് പോയി ചെറിയ പൈസ ഉണ്ടാക്കി എല്ലാവരും കൂടെ പിരിവിട്ട് ഒരു ബൈക്ക് മേടിക്കുക. നമ്മൾ പിരിവിട്ട് പലതും മേടിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾ പിരിവിട്ട് ബൈക്ക് മേടിച്ചു. ഞങ്ങൾ പ്രൗഡ്ലി സേ ഞങ്ങളത് മേടിച്ചു. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ ബൈക്കാണ് ദ ഹീറോ. അപ്പോൾ ഈ ബൈക്ക് നല്ല ബൈക്ക് നോക്കിയെടുക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു തേങ്ങയും എനിക്കറിയില്ല. അപ്പൂസിന് കോളേജിൽ പോയിട്ടുള്ള അറിവുകളൊക്കെ വെച്ചിട്ട് അവൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ചോട്ട് 17 വയസ്സ്, അവൻ്റെ അറിവുകൾ അവനും പറയുന്നുണ്ട്. പക്ഷേ എനിക്കങ്ങോട്ട് ഒരു ഡിസിഷനിലോട്ട് എത്താൻ പറ്റണില്ല. അപ്പോഴാണ് സിജോ എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് കോട്ടേഴ്സിലോട്ട് വരുന്നത്. അപ്പോൾ അവൻ ഞങ്ങളുടെയൊക്കെ ഏകദേശം ഞങ്ങളെക്കാളുമൊക്കെ 2 വയസ്സ് ഇളയതാണെങ്കിൽ പോലും അവൻ ഈ വണ്ടി കച്ചവടം, സ്ഥലക്കച്ചവടം ആ പ്രായത്തിൽ ചെയ്യുന്നൊരുത്തനാണ്. അപ്പോൾ ഇവൻ വഴി ഒരു വണ്ടി അറേഞ്ച് ചെയ്യാതെ ഞാൻ പറഞ്ഞപ്പോൾ ചോട്ടൂനൊന്നും വലിയ താല്പര്യമില്ല. അപ്പൂസും ഒന്ന് ആലോചിച്ചിട്ട് പോലെയെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടിയില്ല. പിന്നെയാണ് എന്നോട് പറയുന്നത്, സിജോ എന്ന് പറയുന്ന വ്യക്തി അവനുമായിട്ട് തെറ്റിയില്ലെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ നച്ചു നീ ഈ വാക്ക് മാറിയ അവൻ നിന്നെ എന്തു ചെയ്യും? നിങ്ങൾ പറ, അവൻ എന്നെ എന്തു ചെയ്യും? തല്ലോ, ഇല്ലെങ്കിൽ അപകടപ്പെടുത്തോ, അല്ലെങ്കിൽ കളിയാക്കോ? അവൻ പ്രാഗിയ ഏക്കും എന്നാണ് ഞങ്ങളുടെ കോട്ടേഴ്സിലുള്ളവരുടെ വിശ്വാസം. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഇവന്മാരെന്നോട് പറഞ്ഞു. ഞാനതൊന്നും വിശ്വസിച്ചില്ല. ഓക്കെ, അങ്ങനെ ഞാൻ എൻ്റെ റിസ്കിൽ ഞാൻ സിജോ ആയിട്ട് കൈ കൊടുത്തു. അപ്പോഴും ഇവന്മാരുടെ വാക്ക് പറയുന്നുണ്ട്. പക്ഷേ സിജോ ഞങ്ങൾക്കൊരു കിടിലം വണ്ടി കാണിച്ചു തന്നു. കിടിലം വണ്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിലുള്ളത് 10,000 രൂപയാണ്. അപ്പോൾ അവൻ പറഞ്ഞിട്ട് ഒരു 3,000 രൂപ, ഒരു 13,500 രൂപ കൊടുത്ത കിടിലം വണ്ടി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു വണ്ടി കൊണ്ടുപോയി കാണിച്ചു തന്നു. ആ വണ്ടി കണ്ട അപ്പം നമ്മൾ മേടിക്കും. നല്ല സുന്ദരം വണ്ടി, നല്ല കറുത്ത ഫിയറോ. ആ ഫിയറോയുടെ ഫ്രണ്ടിൽ ഈ ടയറിൻ്റെ മേളിലായിട്ട് ഫ്ലാപ്പ് ഉണ്ട്, ഒരു വൈറ്റ് ഫ്ലാപ്പ്. അപ്പോൾ അത് കണ്ട അഴകാണ്. അഴകെന്ന് പറഞ്ഞാൽ ടോപ്പ് ക്ലാസ് വണ്ടി. അപ്പോൾ ഞങ്ങളൊന്നും നോക്കിയില്ല. അതിൻ്റെ ഓണറാണ് ഹെബിൻ ചേട്ടൻ. ഹെബിൻ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ ആ സൈഡിൽ തന്നെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ അങ്ങനെ അടുത്ത് പോകുന്നു, പൈസ കൊടുക്കുന്നു. അപ്പം ഞങ്ങൾ 3 പേർക്കും ഒരാവശ്യത്തിനാണ് ഈ വണ്ടി മേടിക്കണം. പക്ഷേ ഈ അരവിന്ദ് എന്തിനാണ് പൈസ ഇട്ട് മേടിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണം. അവൻ കൊല്ലത്താണ് പഠിക്കണത്, അവൻ മാസത്തിൽ ഒരിക്കലാണ് വരണേ. ഇവൻ എന്തിനാണ് വണ്ടി മേടിച്ചതെന്ന് അറിയില്ല. ഓക്കെ, എല്ലാവരും മേടിക്കുമെങ്കിൽ ഞാനും കൂടെ മേടിക്കാമെന്ന് പറഞ്ഞ് മേടിച്ചായിരിക്കും എന്തായാലും. അപ്പോൾ നമുക്കൊരു 3,000 രൂപയുടെ കുറവുള്ളത് അരവിന്ദായിട്ടത്. അപ്പോൾ വണ്ടിയെല്ലാം തേച്ച് മിനുക്കി ഞങ്ങൾ എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്ത് എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ട് സിജോപ്പി പറഞ്ഞു ഉദ്ഘാടനം ഞാൻ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ, വണ്ടി അവൻ്റെ കെയർ ഓഫിലല്ലേ വണ്ടി വന്നേ, ശരി അവൻ ഓടിച്ചോട്ടെ എന്ന് പറഞ്ഞ് സിജോപ്പി വണ്ടിയും കൊണ്ട് പോയി. സിജോ വണ്ടിയും കൊണ്ട് പോയിട്ട് ഞങ്ങൾ 3 പേര്, അരവിന്ദില്ല, ഞങ്ങൾ 3 പേരും ഇങ്ങനെ നോക്കി നിൽക്കുക. ഒരു 3/4 മണിക്കൂറായിട്ടും വണ്ടി തിരിച്ചു വരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി തിരിച്ചു വന്നു. വണ്ടി തിരിച്ചു വന്നപ്പോൾ സിജോയുടെ കൈ കുരഞ്ഞു വാരി എവിടെയോ പോയി വീണ്. അപ്പം അവൻ പറഞ്ഞു എടാ പേടിക്കണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല, വണ്ടിക്ക് ഞാൻ ചോദിച്ചു എന്ത് പറ്റി? വണ്ടി ഇപ്പോൾ വേറെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിരുന്നെങ്കിൽ ഞങ്ങൾ ക്ഷമിച്ചേനെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര സങ്കടം വരില്ലായിരുന്നു. വണ്ടിയുടെ ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്പെയർ പാർട്സ് ഒടിഞ്ഞു പോയി, ഞങ്ങൾ പൈസ കൊടുത്ത് ശരിയാക്കേനെ.
എടോ ആ ഫ്ലാപ്പ് പൊട്ടിപ്പോയിടോ. ആ വണ്ടി ഫ്ലാപ്പ് പൊട്ടിയപ്പോൾ ഞങ്ങൾക്ക് എന്താ തോന്നിയെന്നറിയോ, തുണിയില്ലാത്തൊരവസ്ഥ. ആ വണ്ടിയുടെ ഭംഗി മൊത്തം ആ വെള്ള ഫ്ലാപ്പിലായിരുന്നു. ഞാൻ അതിൻ്റെ ഫോട്ടോ ഇവിടെ എവിടെയെങ്കിലും വെക്കാം. വണ്ടിയുടെ അല്ല, ഫ്ലാപ്പിൻ്റെ. ഇവൻ പൊട്ടിച്ചു കൊണ്ടുവന്ന് തന്നു. പിന്നെ ഈ വണ്ടി കാണുമ്പോൾ സാധാരണ വർക്ക്ഷോപ്പിലൊക്കെ തകരക്കടയിലൊക്കെ ഇരിക്കണ ഒരു വണ്ടി ഉണ്ടാവില്ലേ, അമ്മാതിരി ഒരു വണ്ടി. ഇവനോട് വടക്കാൻ പറ്റൂ? ഇവന്മാർ പറഞ്ഞ് പേടിപ്പിച്ച് ചേർക്കല്ലേ ഇവൻ എന്നെ പ്രാകും, അല്ലെങ്കിൽ ഇവൻ എല്ലാവരെയും പ്രാകും എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞങ്ങൾക്കിത് എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നെ ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കുടുംബസ്ഥന്മാരായി. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, എന്തെങ്കിലും ഒരു പൈസ കയ്യിൽ വന്നാൽ നമ്മൾ ഒരാളും ചിലവാക്കില്ല. നമുക്ക് ഈ വണ്ടി ഇന്ന കാര്യത്തിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് വണ്ടിയുടെ ഇത് മേടിക്കാം, എന്തെങ്കിലും സ്പെയർ മേടിക്കാം, ആക്സിലേറ്ററും കേബിൾ മേടിക്കാം, വണ്ടിയുടെ ഹാൻഡിലൊന്ന് ശരിയാക്കാം. അതായത് വണ്ടി ഇങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ പണി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ലോക്കൽ ഓട്ടത്തിന് പടക്കുതിരായിരുന്നു, അത് ഞാൻ പറയാം. അപ്പോൾ ശിവൻചേട്ടൻ്റെ കടയിൽ പോയി മുട്ട മേടിക്കാനോ, അതിലിപ്പോൾ ഒരു സൈക്കിളായാലും മതി, പക്ഷേ ഞങ്ങൾ വണ്ടിയിലേ പോവുള്ളൂ. ഞങ്ങളുടെ ജീവിതം മൊത്തം വണ്ടീനെ ചുറ്റിപ്പറ്റിയായി. അങ്ങനെ ഒരു ദിവസം ഈ ചോട്ടുവിന്, അന്ന് അവന് 17 വയസ്സുള്ളൂ, അവന് ലൈസൻസ് ഇല്ല, അവൻ ലേണേഴ്സ് എടുത്തിട്ടുണ്ട് ഇത് ഓടിക്കാൻ വേണ്ടി. അപ്പോൾ ഇവൻ പറഞ്ഞു ഇനി ഇതിങ്ങനെ പോയാൽ പറ്റൂല വെച്ചു. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാനാ, ഇത് ഓടണ്ടേ? അവൻ പറഞ്ഞു ഇല്ല. അവൻ പെട്ടെന്ന് ആ ചൂടത്ത്, പരമ ചൂടത്ത് ഒരു ജാക്കറ്റ് ഇട്ട് വന്നേക്കാം. ജാക്കറ്റൊക്കെ ഇട്ട് വന്നിട്ട് ഞാൻ അപ്പൂസും താഴെ ഇരിക്കും, ഞങ്ങളുടെ ഒരു സ്പേസ് ഉണ്ട് അവിടെ ഇരിക്കാൻ. ഞങ്ങൾ വെച്ചാൽ എന്താ ഉദ്ദേശം? അപ്പോൾ അവൻ പറഞ്ഞു മൂന്നാർ. ഞാൻ പറഞ്ഞു മൂന്നാറോ? മൂന്നാർ വേണോ? നമുക്ക് ഈ കലൂർ പള്ളിയിലോ അങ്ങനെ എങ്കിലും ചെറിയതെന്തെങ്കിലും നോക്കും. മൂന്നാർ. അവൻ റെഡിയാണ്. അവൻ ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ഈ മഞ്ഞുമലയിൽ നിന്ന് ഇറങ്ങിയെന്നൊരു മനുഷ്യനും, ഈ മഞ്ഞു മനുഷ്യനെ പോലെ എങ്ങനെ വന്ന് നിൽക്കാൻ നട്ടുച്ചയ്ക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് ജാക്കറ്റൊക്കെ ഇട്ട്? അപ്പോൾ പറഞ്ഞു വെയിൽ കൊള്ളാതിരിക്കാൻ. ഓക്കെ ശരി. ഞാൻ പറഞ്ഞു ടാങ്കിന് ചെറിയ ലീക്കുണ്ട്, ഈ വണ്ടിക്ക് എന്താ ഇല്ലാത്ത പ്രശ്നം, അതൊക്കെ നോക്കി എവിടെയും പോകാൻ പറ്റില്ല. അങ്ങനെ മനസ്സോടെ ഞങ്ങളുടെ രണ്ടുപേരുടെയും എതിർപ്പ് അവഗണിച്ച് ചോട്ടു മൂന്നാറിലേക്ക് യാത്രയായി. അപ്പോൾ ഞാൻ അപ്പൂസിനടുത്ത് ഞാൻ പറഞ്ഞു അരമണിക്കൂറിനുള്ളിൽ അവൻ തിരിച്ചു വിളിക്കും. സൂക്ഷ്മം 25-ാം മിനിറ്റിൽ ചോട്ടു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ചോദിച്ചു മൂന്നാർ എത്തിയോ? എവിടെ എത്തി? എടപ്പള്ളി. എന്താ പ്രശ്നം? പെട്രോൾ തീർന്നു. പെട്രോൾ അടിച്ചില്ലേ? അടിച്ചു. ടാങ്ക് ലീക്കായിരുന്നു. കയ്യിൽ പൈസ ഉണ്ടോ? ഇല്ല. എന്തു ചെയ്യും? അറിയില്ല. ഓക്കെ. ഞാൻ കോൾ കട്ട് ചെയ്തു. ചോട്ടുവിന് അനുഭവം കിട്ടിയപ്പോൾ ചോട്ടുവിന് മനസ്സിലായി, റിയാലിറ്റി മനസ്സിലായി. ഈ വണ്ടി വീട്ടിൽ വെക്കാനേ കൊള്ളാവുള്ളൂ. ഇനി ഈ പ്രശ്നങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അരവിന്ദിനെ ഞങ്ങളിതൊന്നും അറിയിച്ചില്ല. കാര്യം ഞങ്ങൾക്ക് പൈസ ഷോർട്ട് വരുമ്പോൾ ഞങ്ങൾ അരവിന്ദനെ വിളിക്കും. അരവിന്ദ് അപ്പോൾ സപ്ലൈ അടിക്കാനാ, അവിടെ ബിരിയാണിയോ കുഴിമന്തി എന്തോ തിന്നായിരുന്ന പൈസ അവൻ്റെ ഒന്നും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഫുൾ കണ്ടീഷനാണ് അരവിന്ദൻ്റെ വിചാരം. ഒരു ദിവസം ഞങ്ങളിങ്ങനെ വണ്ടിയുടെ ഈ പരിതാപം, ഞങ്ങൾക്ക് പിന്നെ വേറെ ഒന്നും സംസാരിക്കാനില്ല, വണ്ടിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അരവിന്ദ് വിളിച്ചിട്ട് പറയാണ്, എടാ ഞാൻ എറണാകുളത്തേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞു വാ, നിൻ്റെ നാടല്ലേ, നീ വാ. അതെ, ഞാൻ ആലുവ വന്ന് ഇറങ്ങുകയാണ്. ഞാൻ പറഞ്ഞു എന്തിനാ ആലുവ ഇറങ്ങണത്? സൗത്തിലല്ലേ ഇറങ്ങണത്? സൗത്തിലിറങ്ങാൻ ഞങ്ങളോട് ഇരിപ്പുണ്ട്. പറഞ്ഞല്ലല്ല, നിങ്ങൾ ആലുവേ വരണം. ഞങ്ങളെന്തിനാ ആലുവ വരണം? നിങ്ങൾ നമ്മുടെ വണ്ടിയായിട്ട് ആലുവേ വരണം. ഞാൻ പറഞ്ഞു സബാഷ്, ഓക്കെ. ഇവനപ്പം തന്നെ അപ്പൂസിനെ വിളിച്ചിട്ട് അച്ഛൻ എന്തിനാ ഫോൺ കട്ട് ചെയ്തു? അപ്പോൾ പറഞ്ഞു എന്താ? അപ്പോൾ അപ്പൂസ് ചോദിച്ചു എന്താ കാര്യം? ഞാൻ ആലുവ വരികയാണ്, നമ്മുടെ വണ്ടിയായിട്ട് നീയെങ്കിലും വരണം. അപ്പോൾ അപ്പൂസ് പറഞ്ഞു എടാ ഞാൻ നോക്കട്ടെ, ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഇവർ കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ അപ്പൂസിനോട് ചോദിച്ചു, അപ്പൂസ് ഇവനും ഭയങ്കര കമ്പനിയാണ്. അന്ന് അവരൊരുമിച്ച് സ്കൂളിലൊക്കെ പഠിച്ചതാണ്. ഞാൻ പരിചയപ്പെട്ടതിനേക്കാൾ മുമ്പ് അപ്പൂസിനെ അരവിന്ദനെ അറിയാം. ഞാൻ അപ്പൂസിനോട് ചോദിച്ചു നീ എന്തിനാ അവനോട് അങ്ങനെ പറഞ്ഞു? എടാ ഇന്ന് വരെ ഞാൻ അവനോട് അരുത് നോ എന്നങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനെന്നും പറഞ്ഞിട്ട് ഇവൻ ഫോൺ ഓഫ് ചെയ്ത്, ഞാനും ഫോൺ ഓഫ് ചെയ്തു. അരവിന്ദ് അന്ന് ആലുവയാണോ ഇറങ്ങിയത്, എടപ്പള്ളിയാണോ ഇറങ്ങിയത്, എറണാകുളത്ത് ഇറങ്ങി നടന്നു പോയി, ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല, അവനോട്ട് പറഞ്ഞിട്ടുമില്ല എന്താ സംഭവിച്ചത്. എന്തായാലും പിന്നെ ഒരു 4 മാസം കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു വണ്ടിയാണെന്ന് മനസ്സിലായപ്പം ഇതേ സിജോപ്പിക്ക് തന്നെ ഞങ്ങൾ മറിച്ച് വിറ്റു പകുതി കാശിന്. ഫീറോ ദ ഹീറോ.